അല്ലടോ ആ വീരാന്റെ മോൾ ആരെപ്പോഴും ഒളിച്ചോടി പോയത് സതീശന്റെ മോന്റെ കൂടെ ഞാൻ കേൾക്കാരനാ അതെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാനറിയും സതീഷിന്റെ കൂടെ അല്ല പോയത്. സതീഷിന്റെ കൂടെ അല്ല പോയത്, വേറെ ആളെ കൂടെ പോയത്. നിങ്ങൾ അറിയില്ലേ? അല്ലടോ ഓന് കുറച്ച് അമ്മാ കൂടുതലേ. അതിപ്പോ ഉണ്ണിയേട്ടൻ മനസ്സിലായിട്ടാ. ഉണ്ണിയേട്ടൻ പറഞ്ഞ ആളല്ല, ഉണ്ണിയേട്ടൻ പറഞ്ഞ അതല്ലാന്ന് പറഞ്ഞ. ഉണ്ണിയേട്ടൻ പറഞ്ഞ അതിന്റെയാണ് ആ പെണ്ണിനെ ഈ ചെക്കൻ്റെ പോയി ശരിയെന്നു. പക്ഷെ അതിൻ്റെ മുമ്പ് വേറെ ചങ്ങായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അറിയുന്ന നമ്മളെ സ്നേഹിതന്റെ മോനായിട്ട്. അത് നമ്മളെല്ലാം കൂടി പറഞ്ഞ് ഒഴിവാക്കിച്ചതാ. എന്തിന്? അതോ ഇവരെ ഇപ്പൊ വളരെ സ്ഥിതി മോശം. എനിക്കറിയാം, നിങ്ങളെ കാണുന്ന മാതിരിയല്ല. കുടുംബം മൊത്തം മോശമാണെന്ന്. ആ പെണ്ണിന് പണ്ടാരോ പറഞ്ഞു ആഴ്ച ഒരു കാമുകനാന്നൊക്കെ. നല്ല നോക്കി പിടിക്കാൻ വേണ്ടിട്ടായിരിക്കും. നല്ല ചൂണ്ടയ്ക്ക് കൊത്താൻ വേണ്ടി. ഓനെ കുറച്ച് കാര്യപ്പൊന്നിട്ട് പറയല്ല, ഓന് കുറച്ച് ആമ്പാവ് കൂടുതലാ. എന്തൊക്കെയാ മോളെ നേഴ്സിങ്ങിന് പറഞ്ഞേക്കല്. എന്റെ അമ്മോ, നമ്മളതിന് പിന്നിൽ നടക്കണ്ട. അത് അവരെ പാട്ട് പോയിക്കോട്ടെ. അതല്ല, കണ്ടോലെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണോൽക്ക് തന്നെ അമളി കൊടുക്കണത്. ഇത് വെറും കുറ്റം പറയല്ല. നിങ്ങളെ മറ്റേ ചെക്കല്ലേ, പിന്നെ മറ്റേ ബാലകൃഷ്ണന്റെ മോനോ? മോനിപ്പോ ഇവിടെ ഓൻ്റെ ഒളിവിലാണ്. ഓൻ കണ്ട പെൺകുട്ടികളൊക്കെ തിരിപ്പിച്ച് നടന്നിട്ടെ അവസാനം ഓനിപ്പോ ഒരു എവിടെയാ നിൽക്കേണ്ടതെന്നുള്ള സ്റ്റേജിലാണ്ട് കുടുങ്ങി കിടക്കുക. നമ്മള് പറഞ്ഞാൽ ഈ നാട്ടില് ഡീസന്റ് ആൾക്കാരാണ്. നമ്മള് മറ്റുള്ളവരെ പറ്റിട്ട് കുറ്റവും കാര്യങ്ങളും നമ്മക്കെന്നെ എടുക്കാൻ മാത്രണ്ട്. അല്ലാതെ വേറെ കാര്യണ്ട്. അതിനാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടത്. വേണ്ട, മാനാഞ്ചർ എന്നാണ്. ഞാൻ ഒരു ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ മാനാഞ്ചന്റെ സ്ഥിതി എന്ന് വെച്ചാൽ 2 പോലീസ്, വനിതാ പോലീസ് നടക്കുക. നല്ല കാര്യം കേട്ടോ. അല്ലല്ല, ഓല് വന്നിട്ട് കുട്ടികളെ പിന്തിരിപ്പിക്കുക. പിന്തിരിപ്പിക്കാൻ നിങ്ങൾ എന്തിനാ ഈ പാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ ഈ മക്കളെ ഏതെങ്കിലും കണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മേലേക്ക് ഇട്ട് കഴിഞ്ഞു. അതാണ് അവസാനം പോലീസ് പിടിക്കും. നമ്മള് പഠിച്ച കാലത്ത് ഉപ്പുമാവ് പാല്, നമ്മള് പഠിക്കുന്ന കാലത്ത് ഉപ്പുമാവ് പാല് പട്ടിണിയല്ലേ. അവിടെ എപ്പോഴല്ലേ കഞ്ഞി കുഞ്ഞൊക്കെ വന്നത്. നമ്മള് പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ഒരു പെൺകുട്ടീനോട് ഇഷ്ടം തോന്നിയാൽ നമുക്ക് പറയാൻ ധൈര്യമില്ല. എവിടെ ആര് കണ്ടോ നോക്കി നടക്കാന്ന് കത്ത് എഴുതിയിട്ട് ഇങ്ങനെ നോക്കി ആരും കാണാതെ വീട്ടിൽ കൊണ്ടുപോയി വായിക്കണം. ഞാൻ അറിയാം, കത്ത് എഴുതി ചുരുട്ടിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് പെറ്റേറാ ബാക്കോട്ടേക്ക്. ഞാൻ എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിക്ക് ഒരു കത്ത്. അല്ല ഇവന് തേച്ച ആളല്ലേ ഇവൻ വലിയ തേച്ച ആളല്ലേ പുള്ളിയത്. ഇപ്പഴേ മൂപ്പരിങ്ങനെ ഉണ്ട്. അപ്പൊ നല്ല കാലത്ത് ചെറുപ്പകാലത്ത് എന്തായിരിക്കും മനസ്സിലായി. അല്ലടോ എനിക്കിപ്പോ പണി എന്തില്ലടോ. ഇങ്ങനെ നിങ്ങളെ കാത്തിരിക്കലും എനിക്കൊരു പണിയല്ല. ഞാൻ രാവിലെ വന്ന് അല്ല മാസ്റ്ററേട്ടാ 500 രൂപ മീൻ കൊണ്ടുവന്ന 1000 രൂപ ഇട്ടു. എവിടെ കൊണ്ട് വെക്കാണ് മരിച്ചു പോയാലേ കടങ്ങാറാവട്ടോ. നീത്താണെന്ന് ഉണ്ണിയേട്ടങ്ങളെ കാണാൻ ഈ ചങ്ങായിന്റെ ഒരു ഓനെ പെണ്ണുങ്ങളെ പേടിയത്. അല്ല മൂപ്പർക്ക് പെണ്ണിട്ടാത്തൊരു ഇല്ലാത്ത കച്ചറല്ല. കച്ചറ മാത്രല്ല, അവൻ പൊരേ നടങ്ങൂല. പെണ്ണിന്റെ ബാക്കിൽ നടക്കണ കഥ. ഓനെല്ലാരും കുറ്റം പറയും. വലിയ കുട്ടിയാളാ. ഓള് പാവാതെ സംശയരോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവൻ പണ്ട് സംശയരോഗം ഉണ്ടാവില്ല. പണ്ട് ഇവന് സീങ്കാടെ കൂടെ പഠിച്ചത്. സീങ്കാടെ കൂടെ പരിപാടി ഇവിടെ നല്ല അതൊന്നും ഉണ്ടില്ല. എന്നിട്ട് മൂപ്പര് ഞാൻ നല്ല പക്കയാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ കൂട്ടത്തില് വന്നതിന് ശേഷം അറിയിക്കും കേട്ടോ. മാറി കൊറേ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതല്ല
ഇങ്ങനിപ്പോ ഉണ്ണിപ്പം കൂടെ തിരക്കിട്ട് പോയത് ഒരു ഫോൺ വന്നിട്ട് ഓനെ ഏതേ പെണ്ണുങ്ങളെ നോക്കാൻ പറഞ്ഞിട്ട് ഓളെ വിളിച്ചിട്ട് പോയതാ ചേട്ടാ. ഓളെ പേടിയാന്ന് സമയം എത്രയായിന്ന് ഞാൻ ഈ മീൻ ഇറച്ചൊന്നും മേടിച്ചിട്ടില്ല. മോള് വരുന്നത് പറയല് ആണോ? അല്ലാതെ ചോറുന്ന സമയമായില്ല ഞാൻ നിങ്ങളെ കൂടിങ്ങാട് ഈ പാഞ്ഞു വരാൻ നിക്കണം എന്നാല്. മൂപ്പര് തല്ലിപ്പൊളിയായിരുന്നു വിചാരിക്കും. ഞാനിപ്പം വരട്ടോ. അത് ശരി, ഇത്ര നേരമായിട്ട് നിങ്ങൾ മീനൊന്നും വാങ്ങിക്കൊടുക്കാണ്ട് ഇത് പൊരയില് ചോറുന്ന സമയമായി. നമ്മുടെ കൂടെ മറ്റോനെ പറ്റി കുറ്റം പറഞ്ഞ ഈ ചങ്ങായിന്റെ സ്ഥിതി ഇപ്പൊ എന്തെന്നാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? മറ്റോനെക്കാട്ടി അതിനെക്കാട്ടി അപ്പുറം ഓന് വയസ്സ് കാലത്ത് ഡയ്യും ചെയ്ത് നടക്കണെങ്കിലേ ആൾക്കാരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ട് ചങ്ങായി ഇവിടെ ഓൻ മുറിഞ്ഞ കഴിക്ക് ഇപ്പൊ വെക്കൂലടോ. ഓൻ മുറിഞ്ഞ കഴിക്ക് ഇപ്പൊ വെക്കൂല. ഓന്റെ അമ്മക്ക് സുഖമായിട്ട് മരുന്നാകാൻ വേണ്ടി ആയിട്ട് ആ തള്ള ഓന്റെ കാൽക്കല് പോയിട്ട് കൊടുത്തില്ല. നീ ഇപ്പൊ മീൻ വാങ്ങിയില്ല എന്ന് പറയുന്ന കാരണം എന്താ? അവന്റെ അനുസരിച്ച് മീൻ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട് കാട്ടുന്നതാ. ഈ അമ്മ അതാണ് ഓരെ കൊണ്ട് ചെലവഴിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും എരപ്പ ജാതിയാ. നമ്മൾക്കുണ്ടല്ലോ കുടുംബത്തില് ഡീസന്റാ. പിന്നെ കുടുംബത്തില് അല്ലെങ്കിൽ നമുക്കൊന്നുമില്ല ഇവലൊന്നും മാതിരി മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്നത് ഇഷ്ടയല്ല. എമ്മളാണല്ലേ നിങ്ങൾ എന്റെ പുരയില് പോയിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കി എന്ത് ഐറ്റംസ് മീൻ എന്റെ പെണ്ണുങ്ങൾ ഫ്രിഡ്ജിങ്ങോട്ട് തുറന്നാ മതി. ആ വർത്തനം പറയണ്ട. അയ്യ ആളെ പറ്റിച്ചിട്ടല്ലേ നിങ്ങൾക്ക് ഏടാ ഈ ഭാസ്കര ഇവിടെ സ്ഥിതി എന്താ അറിയോ? ഇപ്പൊ നല്ല മേടിച്ച് കയറ്റി അവിടെ കവറിലാക്കി അവിടെ വെക്കും. ബാക്കിയാ ബാക്കിയാ വെക്കുക. പിന്നെ നാട്ടുകാരെ നന്നാക്കാൻ നമ്മളെ കുടുംബം പോറ്റാന്നല്ല നടക്കണേ. നാട്ടുകാരെ നന്നാക്കാൻ നിൽക്കുക. കാര്യമില്ല ഇതിനൊക്കെ എനിക്ക് സമാധാനം പറയേണ്ടി വരും. പിന്നെ അച്ഛനോട് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ സമാധാനം പറയാൻ നടക്കാണ് ഇപ്പൊ പല സമാധാനവും പറയേണ്ട ആൾക്കാർ. അതാണ് അതും ഇവിടെ ഈ മന്ത്രിമാര് കേന്ദ്രന്മാരൊക്കെ മുണുങ്ങണത് എന്ത് സമാധാനം പറയും നിങ്ങള്? ഒരുപാട് പരലോകത്തെത്തിയ അറിയ വിവരോ പരലോകത്ത് എത്തണ്ടേ? അതിന്റെ അടുത്ത് ഈ വോട്ടർമാർ പരലോകത്ത് ഫോണേതാന്ന് വർക്ക് ചെയ്യുന്നത്? ഫോണടിച്ചു വെച്ച് അടുത്ത വിളി ഇങ്ങൊക്കെ ആയിരിക്കും. അതന്നെ ഞാൻ പിന്നെ വിളിക്കുക ചെറിയൊരു തിരക്കിലാ. വിളിക്കാം ആരാണ് എന്താ പോവാനാ? ആ പോവാനാ ഇപ്പൊ പോണ്ടായിരുന്ന ഞാൻ പോയി കഴിഞ്ഞാലേ എനിക്ക് ഓർമ്മല്ലേ നിങ്ങൾ ഇന്നെ പറ്റി എന്തെങ്കിലും പറയൂ. അങ്ങനെ പറയുന്നില്ല. ആരാ ഫോണ്? അല്ല ആരോ പോണേല് വിളി തന്നെയാണ്. ഹലോ അയ്യോ ഞാനിപ്പ വരാട്ടോ. വേറെ അർജന്റ് ഇപ്പ വരാം. എന്നാലേ എനിക്കൊരു ഫോൺ. അല്ല പിന്നെ രണ്ടാളുമ്പോഴത്തേന്ന് എഴുന്നേറ്റ് പോയി ഓരോ കൊണ്ട് പറഞ്ഞു എന്നെ കൊണ്ട് പറയരുത്. ഞാൻ വരട്ടോ. തുണിഷാപ്പ് എടുത്തേ. തുണിഷാപ്പ് വെച്ചാല് അടാപ്പ് സാധനം കൊണ്ടുവന്നിട്ട് മുന്തിയ വിലക്ക് വെക്കുക. അയാള് അമ്മാരി വില. അയാളെ സ്വഭാവം ശരിക്കും അറിയാം. അയാള് ഭാര്യ വീട്ടിൽ സ്വത്ത് മുഴുവൻ ആച്ചിനെ പറ്റിച്ചും കഴിഞ്ഞിട്ട് ഇളച്ചിനെ പറ്റിച്ചും കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാ. പിന്നെ ഇളച്ചിനെ മൂപ്പർക്ക് ഒരു കണ്ണുണ്ട്. അത് സത്യം തന്നെയാണല്ലേ? ഉണ്ട്. പക്ഷെ അത് ആളറിയില്ല, ഞാനറിയും. നമ്മള് പിന്നെന്താ പറയാ പണിയും തുടിയും ഇതില്ലാത്ത കുത്തിരിക്കല്ലേ. അല്ല നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന മഴ തന്നെയല്ല. അങ്ങനെ ഇളക്കണ്ട. എന്തായാലും ഇപ്പൊ നമുക്ക് പണി എന്തൊരു പണി വേണം. അടക്കന്റെ പരിപാടിയാണ് ആ ഉണ്ണിക്ക്. ഓനെ കുറിച്ച് കൂടിയാലോ ആലോചിക്കാം. ഏതുണ്ണി? നമ്മളപ്പോ ബസ് എണീറ്റ് പോയല്ലേ, ഓനെ അടക്കന്റെ പരിപാടിയാ. നമ്മള് അടക്കണതിന് പിന്നെ അടക്ക കൈമലാക്കുന്ന ഓന്റെ സ്ഥിതി തന്നെ. ഓൻ പൈസ അങ്ങോട്ട് ചോദിക്കോ അടക്കന്റെ പരിപാടിക്ക്? ഓനിപ്പോ ഇന്നാണ് എന്നോട് പറയാണല്ലോ ഇപ്പത്തെ പെണ്ണുങ്ങളൊന്നും പോരാ, വേറെ ഒന്ന് കിട്ടാൻ കിട്ടുമല്ലോ. ഇവിടെ എടുക്കല്ലേ ഓനോടെ പേടിയാണ്. ഓളെ പേടിയാണ്. അതാണ്. അതുകൊണ്ട് പിന്നെ നേരത്തെ ചങ്ങായി വിളിച്ചു മീന് പുതിയ ബോട്ട് വന്നിക്കണ്, പുതിയ മീനുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ വണ്ടിയായിട്ട് മീനെടുക്കാന്. നാമ കെട്ടിയതന്നെ സമയമായില്ല. ഇങ്ങനത്തെ സമയം ആവില്ലല്ലോ, നമുക്കറിയാലോ. ആയിക്കോട്ടെ. വെൽക്കമ്മൽ ആള് ഇറക്കാണ്. എല്ലാരും കുറ്റം പറഞ്ഞ് അടക്ക സൈത്താന്. അവനാരോ പുള്ളു മുറം വെച്ച് ആരാന്റെ അരമുറം തിരഞ്ഞെടുക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും. ഓണം നന്നാവൂരാന്ന് ആ പോയ 3, 4 കണക്കാ. അല്ലാത്ത ജാതി തന്നെ കണ്ടോനെ പറ്റിച്ചുണ്ടാക്കിയ പൈസ ഓന എന്താ ബഹവ്. എന്തെങ്കിലും ആയിക്കോട്ടെ.
സോനെ കള്ളപ്പന്നി കണ്ട ആൾക്കാരെ കുറ്റം പറഞ്ഞ അങ്ങനെ കുത്തിരിക്കുക. പെണ്ണുങ്ങള് ഇനിയിപ്പോ വിളിക്കൂ ചോറുന്നാലും അവൻ എണീറ്റ് പോവില്ല. കാരണം ഈ 4-5 ആൾക്കാർ ഇവിടുന്ന് എണീറ്റ് പോയിക്കണല്ലോ, ഓരോ കുറ്റവും കുറവും ഇങ്ങനെ പറഞ്ഞ് കുത്തിരിക്കും. കള്ളപ്പന്നി ഓനൊന്ന് ബാച്ചേക്കരുത്. ഇവലായിട്ടുള്ള കമ്പനിയാണ് കഴിക്കാൻ എന്ത് തീർച്ചയായിട്ടും സ്വഭാവങ്ങള് മനുഷ്യന്മാരെ കൊടുത്ത് കൂട്ടാൻ പറ്റുമോ? എന്തൊരു ലോകം തോന്നെ.